അറ്റൻഷൻ ഡോഗ് ലവേഴ്സ്, നിങ്ങൾക്ക് മെയിൽ ഡോഗ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. സോ നിങ്ങൾ മെയിൽ ഡോഗിനെ നിങ്ങൾ ബ്രീഡ് ചെയ്യാനല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ, ഈവൻ ബ്രീഡ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഇത് കാണേണ്ടത് അത്യാവശ്യമാണ്. സോ നിങ്ങളുടെ ഡോഗിന് ഒരു 4-5 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ അതിനെ ന്യൂട്രർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാത്തറൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആ ഡോഗിന് പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് ഉണ്ടാകും. അതായത് വന്ധീകരണം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് വന്നതിന് ശേഷം പ്രായമാകുമ്പോഴത്തേക്കും അവർക്ക് ഇൻകോണ്ടിനൻസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാകും. അതായത് അവരറിയാണ്ട് തന്നെ യൂറിൻ പാസ്സാവുന്ന ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ യൂറിൻ പാസ്സാവാണ്ട് കെട്ടിക്കിടന്ന് അത് ക്രിയാറ്റിൻ ലെവൽ കൂട്ടി പിന്നെ കിഡ്നി ഇഷ്യൂസും ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ സേഫ് ഓപ്ഷനാണ്. മെയിൽ ഡോഗ്സിന് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു 4-5 വയസ്സായി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ബ്രീഡേഴ്സിനോട് സ്പെഷ്യലി എനിക്ക് പറയാനുള്ളതാണ്, ഒരു 5 അല്ലെങ്കിൽ 6 വയസ്സ് അതിനപ്പുറം ഒരു മെയിൽ ഡോഗിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി തിങ് ടു ഡു. ഇപ്പം എനിക്കൊരു 12.5 വയസ്സായ ഡോഗുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു ഇഷ്യൂവിൻ്റെ കാര്യം. ഞങ്ങളെ ഡോഗ് ബ്രീഡ് ചെയ്യാനായിട്ട് മേടിച്ച ഡോഗേ അല്ല. സോ ഞങ്ങൾക്ക് മേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ഡോഗിനെ ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അറിയാത്തത് കാരണം, ഞങ്ങൾ അവനെ സ്റ്റെറിലൈസ് ചെയ്യാത്തത് കാരണം അവന് പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ഈ ഇൻകോണ്ടിനൻസ് ആ സിറ്റുവേഷൻ അത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന് എപ്പോഴും അണ്ടർ പാഡ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം, അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈവൻ അണ്ടർ പാഡ്സ് ഉണ്ടെങ്കിൽ കൂടി ഡോഗിനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവന് ഡയപ്പേഴ്സ് ഇടണം. ആ നോർമൽ ഡയപ്പറിൽ അത് നിൽക്കത്തില്ല. അപ്പോൾ ഇൻകോണ്ടിനൻസ് ഇഷ്യൂ ഉള്ള ഡോഗ്സിന് പ്രത്യേകം ഡയപ്പേഴ്സാണ് വരുന്നത്, മെയിൽ ഡോഗ്സിൻ്റെ ഡയപ്പേഴ്സ്. അത് വളരെ വിരളമാണ് കിട്ടാനായിട്ട് ഓഫ്ലൈനിൽ നമ്മൾ ഷോപ്സിലൊക്കെ. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം ഡോഗിനെയൊക്കെ എന്താ പറയുക കെയർ കൊടുക്കുന്നവരാണ്, പെറ്റ് ലവേഴ്സാണ്. സോ മെയിൽ ഡോഗ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം മറക്കാണ്ട് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.